മെയ് 6 വിശുദ്ധ ഡൊമിനിക് സാവിയോ. ജനനം 1842 ഏപ്രിൽ 2 ഇറ്റലിയിൽ. മരണം 1857 മാർച്ച് 9 14-ാമത്തെ വയസ്സിൽ ഇറ്റലിയിൽ വച്ച്. 1842 ഏപ്രിൽ 2 ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ് ബ്രിജീത്ത ദമ്പതിമാരുടെ മകനായി ഡൊമിനിക് ജനിച്ചു. അനുസരണത്തിലും സ്നേഹത്തിലും അവൻ വളർന്നു വന്നു. കുട്ടിയായിരുന്ന ഡൊമിനിക് മാതാപിതാക്കന്മാരോട് പ്രദർശിപ്പിച്ചിരുന്ന സ്നേഹത്തിന് ഒരു ഉദാഹരണം പറയാം. തൊഴിൽ കഴിഞ്ഞു വരുന്ന പിതാവിൻ്റെ കയ്യിലോ കഴുത്തിലോ പിടിച്ചിട്ട് അവൻ പറയും, "പ്രിയ അപ്പാ, അപ്പൻ വളരെ ക്ഷീണിച്ചുവല്ലോ. അപ്പൻ എനിക്ക് വേണ്ടി കഠിനവേല ചെയ്യുന്നു. ഞാൻ അപ്പന് ഒരു അസഹ്യ ഹേതുവാണ്. അപ്പനും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാൻ ഒരു നല്ല കുട്ടിയാകാനും ദൈവത്തോട് പ്രാർത്ഥിക്കും." വീടിനുള്ളിൽ കയറി കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവൻ അപ്പനെ പരിചരിക്കും. 4 വയസ്സായതിൽ പിന്നെ ഒരിക്കലും പ്രഭാത ജപം, രാത്രി ജപം, ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ, ത്രികാല ജപം എന്നിവ അവനെ അനുസ്മരിപ്പിക്കേണ്ടിയിരുന്നില്ല. മാതാപിതാക്കന്മാർ മറന്നാൽ അവൻ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു. 2 നാഴിക നടന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. 7-ാമത്തെ വയസ്സിൽ ഡൊമിനിക് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തലേ ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, "ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുകയാണ്. എൻ്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം. ഞാൻ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും. കൂടുതൽ ആദരവും അനുസരണയുമുള്ളവനായിരിക്കും. അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും." സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ധ്യാനത്തിൽ അവനെടുത്ത പ്രതിജ്ഞകൾ എല്ലാ കുട്ടികൾക്കും മാതൃകയായിരിക്കും. 1. ഞാൻ അടുക്കൽ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നതനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. 2. കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. 3. ഈശോയും മറിയവും എൻ്റെ സ്നേഹിതരായിരിക്കും. 4. പാപത്തേക്കാൾ മരണം ഭേദം. 10-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ദിനംപ്രതി 14 കിലോമീറ്റർ നടന്ന് കാസ്റ്റൽനോവോയിൽ പഠനം ആരംഭിച്ചു. 1852 സാവിയോ കുടുംബം മോന്തനോയോയിലേക്ക് താമസം മാറ്റി. 1854 ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ടൂറിനിലുള്ള ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിൽ ചേർന്നു. അവിടെ അവൻ ഡോൺ ബോസ്കോയുടെ കണ്ണിലുണ്ണിയായി. അക്കൊല്ലമാണ് ദൈവമാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൊമിനിക് ഉരുവിട്ടു, "ഓ മറിയമേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു. അത് എന്നും നിൻ്റേതായി സൂക്ഷിക്കണമേ. ഈശോ മറിയമേ, എൻ്റെ സ്നേഹിതരായിരിക്കണമേ." അധികാരികളുടെ അനുവാദത്തോടുകൂടി അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കുവാനായി 1856 ഡൊമിനിക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. ഓററ്ററിയിൽ കൂട്ടുകാർ തമ്മിലുണ്ടാകുന്ന ഭയങ്കര വഴക്കുകളും ദ്വന്ദ്വയുദ്ധവും മറ്റും ഡൊമിനിക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു. പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഡൊമിനിക് സഹായിച്ചിരുന്നു. അന്യർ ചെയ്യുന്ന കുറ്റം അവൻ്റെ തലയിൽ ആരോപിച്ച് ശാസിക്കപ്പെട്ടാലും ഡൊമിനിക് സ്വയം നീതീകരിച്ചിരുന്നില്ല. പരിശുദ്ധനായ ഈ ബാലൻ ലോകത്തിൽ അധികം ജീവിക്കുവാൻ ദൈവം തിരുമനസ്സായില്ല. ഓററ്ററിയിൽ വന്നപ്പോൾ ക്ഷീണിതഗാത്രനായിരുന്ന ഡൊമിനിക് ഓററ്ററിയിലെ 3 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നുകൂടി ക്ഷീണിതനായി. ഡോൺ ബോസ്കോയുടെ ഒരു സ്നേഹിതൻ ഡോക്ടർ വല്ലൗരി കുട്ടിയെ പരിശോധിച്ചിട്ട് ഡൊമിനിക്കിൻ്റെ ജീവിതരീതി മാറുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. വളരെ വ്യസനത്തോടെ അവൻ സ്വഭവനത്തിലേക്ക് പോയി. അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു കുട്ടിയുടെ പ്രത്യേകമായ ഭക്തി. 1857 മാർച്ച് 9 ഡൊമിനിക് സാവിയോ മരിച്ചു. 1954 ജൂൺ 12 2-ാം പിയൂസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തു. വചനം സഖറിയ 8:17. പരസ്പരം തിന്മ നിരൂപിക്കരുത്. കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത്. ഞാനിവ വെറുക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം. യുവാക്കൾക്ക് മാതൃകയും ഉത്തേജനവുമായിട്ടാണ് ഈ യുവാവിനെ തിരുസഭ നാമകരണം ചെയ്തിട്ടുള്ളത്. ഡൊമിനിക്കിൻ്റെ കൂട്ടുകാർ തെറ്റ് ചെയ്തിട്ട് അത് ഡൊമിനിക്കിൻ്റെ മേൽ ആരോപിക്കുമ്പോഴും അവൻ നിശബ്ദനായി അത് സ്വീകരിച്ചിട്ടേയുള്ളൂ.
വിനീതവും അനുസ്യൂതവുമായ കൃത്യനിർവഹണമാണ് വിശുദ്ധിയെന്ന് ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഡൊമിനിക്ക് ഇത് കരുതിക്കൊണ്ടായിരിക്കണം, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്.